അച്ഛനാ വിളിക്കുന്നത്. മോളെ ബലരാമനെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാന്ന് പറ. അല്ലല്ല, അങ്കിൾ ഇപ്പൊ തന്നെ സംസാരിക്കണം. എന്റെ നന്ദന്റെ കല്യാണ തീയതി എന്നാന്നാ അച്ഛൻ ചോദിക്കുന്നത്. ഫോൺ വാങ്ങി സംസാരിക്ക് സിദ്ധു. ഞാൻ തിരിച്ചു വിളിക്കാമേ. ഹലോ ബലരാമ. ആ സിദ്ധു, കല്യാണ തീയതി അവിടെ നിന്ന് തീരുമാനിച്ചിട്ട് അറിയിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നത്തേക്കാ? നമുക്കിനി അധികം സമയമില്ല. ഏത് കല്യാണത്തിന്റെ കാര്യമാ ബലരാമൻ ഈ പറയുന്നത്? ഏത് കല്യാണമെന്നോ? നമ്മുടെ പിള്ളേരുടെ കല്യാണം, നന്ദന്റെയും മീരയുടെയും. ബലരാമ, നമുക്ക് ഈ വിഷയം പിന്നീട് സംസാരിച്ചാ പോരെ? അല്ല സിദ്ധു, അതെന്തിനാ പിന്നീടാക്കുന്നേ? ആ തീയതി തീരുമാനിച്ചോ? ഇല്ല ബലരാമ, നോക്കിയില്ല. കാരണം സിമ്പിൾ. നന്ദൻ മീരെ വിവാഹം ചെയ്യില്ല. അതെ ബലരാമൻ, ഈ വിഷയം നമുക്ക് നേരിട്ട് സംസാരിക്കാം. നേരിട്ടല്ല, ഇപ്പൊ അറിയണം. എന്തുകൊണ്ടാ നന്ദന്റെയും മീരയുടെയും കല്യാണം നടക്കില്ല എന്ന് താൻ പറയാൻ കാരണം? ബലരാമൻ, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് നേരിൽ സംസാരിക്കാം. എടോ സിദ്ധാർത്ഥ, മാന്യന്മാർക്ക് വാക്കിന് വില വേണം. വാക്കിന് വിലയുള്ളതുകൊണ്ടാണോ ഈ കല്യാണം നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്? ഞാൻ ചിലർക്ക് നേരത്തെ വാക്ക് കൊടുത്തിരുന്നു. അതെനിക്ക് പാലിക്കണം. നിന്റെ MLA സ്ഥാനം ഞാൻ തെറിപ്പിക്കും. MLA സ്ഥാനം കണ്ടുകൊണ്ടല്ല ബലരാമ സിദ്ധാർത്ഥൻ ജനിച്ചതും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയതും. പൊതുപ്രവർത്തനമാണ് എനിക്കിഷ്ടം, രാഷ്ട്രീയ പ്രവർത്തനമല്ല. പിന്നെ ഞാൻ MLA ആവണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ച ലോകത്തൊരു ബലരാമനും അത് തടയാനും പറ്റില്ല. താൻ വെറുതെ ദേഷ്യപ്പെടണ്ട. രണ്ട് കുടുംബങ്ങളിലെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. വേണ്ട ബലരാമ, നമുക്കിത് വേണ്ട. ഈ കല്യാണം നടക്കില്ല. എന്താ മീര? അങ്കിൾ അച്ഛനോട് സംസാരിച്ചത് സത്യമാണോ? അതോ എല്ലാരും ഒന്ന് പറ്റിക്കാൻ വേണ്ടിയാണോ? ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല മീര. അങ്ങനെ പറ്റിക്കാൻ പാടില്ലെന്നും സത്യം തുറന്നു പറയണമെന്നും നിർബന്ധമുള്ള ആളാ ഞാൻ. പിന്നെന്താ ഈ കല്യാണം നടക്കില്ല എന്ന് പറയാൻ കാരണം? കല്യാണത്തിന് എന്താ തടസ്സം? അത് ഞാൻ ബലരാമനോട് പറഞ്ഞോളാം. പറ്റില്ല അങ്കിൾ, എന്നോട് പറയണം. പറഞ്ഞു തീരൂ. ഞാൻ ബലരാമനോട് പറഞ്ഞോളാന്ന് പറഞ്ഞില്ലേ? നന്ദ പറ, നമ്മുടെ കല്യാണം നടക്കില്ലെന്ന് അങ്കിള് പറഞ്ഞത് നന്ദനും കേട്ടതല്ലേ? കാര്യം എന്താന്ന് പറ നന്ദ. ആന്റി, ഇവിടെ ഞാൻ അറിയാതെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അതെന്താന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എന്റെ മോളെ, അങ്കിൾ ഇതൊരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാ. എല്ലാവരും ഒന്ന് പറ്റിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാ. പറ്റിക്കാനോ? ഇത്രയും നാളും താനല്ലേ എല്ലാരും പറ്റിച്ചത്, ഈ മോളെ ഉൾപ്പെടെ. എന്നിട്ട് ഞാൻ പറ്റിക്കുന്നോ? ഞാൻ ആരെയും പറ്റിച്ചില്ല. മീര നമ്മുടെ കുട്ടിയാ, ഈ വീട്ടിലെ കുട്ടി. നന്ദൻ താലി കെട്ടിയ പെണ്ണ്. നന്ദൻ താലി കെട്ടിയത് ആരെയാ? യഥാർത്ഥത്തിൽ നന്ദൻ താലി കെട്ടിയത് ആരെയാന്ന്? മീരയാണോ?